ആര്യ, ശ്രീ വിവേകാനന്ദ നായർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊരു മലയാളിക്കും, അത് പഴയ തലമുറയായി കഴിഞ്ഞാലും പുതിയ തലമുറയായി കഴിഞ്ഞാലും, ജാനകി അമ്മയുടെ ഒരു ഗാനമെങ്കിലും കേൾക്കാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ജാനകി അമ്മയുടെ ഒരു ഗാനങ്ങൾ പോലും തഴുകി പോകാത്ത സംഗീത ആസ്വാദകരുണ്ടാകില്ല. കാരണം അത്രമേൽ ഹൃദ്യമായിരുന്നു ആ ഗാനങ്ങളൊക്കെയും. അത് ഏത് ഭാഷകളിലായാലും തലമുറകളുടെ ഒരു ഗായികയാണ്, ഒരു ഇതിഹാസ ഗായിക തന്നെയാണ് എന്ന് പറയാം. ഒരുപക്ഷെ നമ്മൾ പറയാറുണ്ട് നികത്താനാകാത്ത നഷ്ടമെന്ന്. പക്ഷേ ആലങ്കാരികമായ ആ പദപ്രയോഗത്തിലുപരിയായിട്ട് മലയാളികൾക്ക്, ഐര ഭാഷയിലുള്ള സംഗീതാസ്വാദകർക്കും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു സുഹൃതം തന്നെയാണ് ആ ഗായിക, അല്ലേ? KP എന്തായാലും തലമുറകളുടെ അമ്മ, താരാട്ടുപാടി തലമുറകളെ മുഴുവൻ മുന്നോട്ട് നയിച്ച അമ്മയാണ് എസ് ജാനകി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ മലയാളത്തിലും കന്നഡയിലുമായാണ് ആലപിച്ചത്. എന്തായാലും നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മലയാളി അല്ലെങ്കിൽ കൂടി ജാനകി അമ്മയുടെ പാട്ടുകൾ കേട്ടുമ്പോൾ നമുക്കൊരിക്കലും അതൊരു മലയാളി അല്ല എന്ന് തോന്നാറില്ല. അത്രയധികം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഭാഷയുമായും ആ ഗാനവുമായും ഹൃദ്യമായ തരത്തിലുള്ള ഒരു സ്വരച്ചേർച്ചയിൽ അവരവതരിപ്പിച്ച ആ രീതി, അത് തന്നെയാണ് ഇപ്പോഴും KP സൂചിപ്പിച്ചതുപോലെ തന്നെ ഗാനഗോകുലം പകരം വെക്കാനാവാത്ത ഒരു കഥാപാത്രമായി മാറുന്നത്. ഏതു ഭാഷയിൽ പാടുമ്പോഴും ആ ഭാഷയുടെ ഉച്ചാരണ ശുദ്ധിയും വികാരവും പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ജാനകി അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു. ശബ്ദത്തിൽ കുട്ടികളുടെ നിഷ്കളങ്കത മുതൽ വാർദ്ധക്യത്തിൻ്റെ പക്വത വരെ വരുത്തുവാൻ സാധിക്കുന്ന വിസ്മയകരമായ ഒരു സ്വര നിയന്ത്രണം തന്നെ ആ ആലാപനത്തെ വേറിട്ട് നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഭാരത ചലച്ചിത്ര സംഗീത ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായത്തിനാണ് ഇന്നിപ്പോൾ തിരശീല വീണിരിക്കുന്നത്. വാത്സല്യവും പ്രണയവും വിരഹവും എല്ലാം വഴങ്ങിയിരുന്ന അസാധാരണ പ്രതിഭയായിരുന്നു ജാനകി അമ്മ. ശബ്ദം കൊണ്ട് മായാജാലം തീർത്ത ആ കലാകാരി എന്തായാലും നികത്താനാവാത്ത വിടവ് അങ്ങനെ തന്നെ വേണം KP പറഞ്ഞു വെക്കാൻ. അതെ, അതുതന്നെയാണ് 88-ാം വയസ്സിൽ ആ ഒരു ഇതിഹാസം യാത്ര ചെല്ലുമ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റാത്ത വികാരമാണ്. കാരണം എത്രയെത്ര ഗാനങ്ങളാണ് മലയാളികൾക്ക് അവർ സമ്മാനിച്ചത്. ആന്ധ്ര സ്വദേശിനിയാണെങ്കിലും മറ്റ് ഭാഷക്കാരിയാണെങ്കിലും മലയാളികൾ ഹൃദയത്തിലേറുന്ന നിരവധി ഗാനങ്ങൾ. അന്ത്യാഞ്ജലി അർപ്പിക്കാം. ആ ഗാനങ്ങളിലൂടെ അമ്മ ഇന്നും നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. ആര്യ നാരായണ ദേവാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.